നമുക്ക് ഇന്നൊരു അന്തം കമ്മി ചേച്ചി പരിചയപ്പെടുത്തരാം. അയവ ചേച്ചി ഈയിടെയായിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇറക്കി മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ചേച്ചി അത് ഡിലീറ്റ് ചെയ്തിരുന്നു. അമ്മായി അത് ഡിലീറ്റ് ചെയ്ത് മുക്കി. അതാണ് അമ്മായി ചെയ്തത്. ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. വെസ്റ്റ് ബംഗാൾ സ്വാതന്ത്ര്യത്തിന് ദേശീയ പതാക ബിജെപിയുടെ കൂടെ പ്രത്യേകം എന്താണ് പ്രശ്നം? പച്ച ഓറഞ്ചൊക്കെ അതിനകത്തുണ്ട്, താമരയുണ്ട്. ബിജെപി എന്ന് പറയുന്നത് രാജ്യം തന്നെയാണല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടാ. വേണമെങ്കിൽ നീയൊക്കെ സ്വാതന്ത്ര്യം ആഘോഷിച്ചാൽ മതി. നമ്മുടെ വീഡിയോ സവർക്കരുടെ ഷൂ ഒക്കെ ഉണ്ടാക്കിയ സ്വാതന്ത്യമാണ്. എന്താ പ്രൂഫാണ്. എന്റെ അണ്ടുമുക്ക് ചാതന് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിർത്തിയാണ്ടല്ലേ ഇതൊക്കെ അങ്ങനെയൊക്കെയാണല്ലേ ഒന്നും പറയുന്നില്ല. നമ്മൾ പ്രധാനമന്ത്രി കാണുന്നവന്റെ കണ്ണിലെ പ്രശ്നമാടാ. നീയൊക്കെ ഒന്ന് തിരിച്ചു നോക്കിയേ. നമ്മളെ സംബന്ധിച്ച് ആ പച്ച അവിടെ ഇരിക്കണമല്ലടാ. മനസ്സിലായ? പച്ച വെച്ചാൽ നമ്മളെ ഔദാര്യം. മനസ്സിലായ? പിന്നെ നമ്മൾ വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മൾ പൊളിറ്റീഷ്യൻ പറ്റി പതാക. പച്ച എന്ന് പറയുന്നത് ഈ മൂരിയുടെ പച്ച എന്നല്ല ഇത്. മനസ്സിലായ? ഈ പച്ച എന്ന് പറയുന്നത് കാർഷിക മേഖലകൾ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല ചാണകം പിന്നെ ഇതാക്കാൻ വേണ്ടി. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കമന്റ് ആവും വൈ പച്ച മുകളിൽ. ഇതാണ് നമ്മുടെ അയവ അമ്മച്ചി ക്ഷമിക്കണം അമ്മച്ചി, ഞാൻ അമ്മച്ചി എന്ന് വിളിച്ചതിന്. കമ്പനി ചേച്ചി വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പറഞ്ഞ ഡയലോഗ് ഭയങ്കരമായിരുന്നു. ചേച്ചി പറഞ്ഞത് എന്താ, ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്താതെ ബിജെപിയുടെ പതാക ഉയർത്തി. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വെസ്റ്റ് ബംഗാളിൽ മാർച്ചിൽ നടന്ന ഒരു സംഭവം. ആ ചേച്ചി ഇതൊന്നും നോക്കാതെ ഈ വീഡിയോ കിട്ടു. അത് കഴിയുമ്പോൾ തന്നെ ചേച്ചിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. അപ്പോൾ ചേച്ചി ഈ വീഡിയോ അങ്ങ് മുക്കി. പിന്നെ നമ്മുടെ അന്തം കമ്പനി ചേച്ചിയില്ലേ, ചേച്ചി പുതിയ കണ്ടുപിടുത്തം കൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി ഇന്ത്യയുടെ പതാക അത് കറക്റ്റ് അല്ലാതെ വെച്ചെന്ന്. പക്ഷേ അത് ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു. ഈ അശോക ചക്രം വരുമ്പോഴേ ഉള്ളൂ അത് പതാകയായിട്ട് വെക്കുന്ന രീതി. അല്ലെങ്കിൽ അതിൻ്റെ കളറിൻ്റെ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ വൈറ്റ് ഓറഞ്ച് എന്ന രീതിയിലാണ് അത് വെക്കുന്നത്. ചേച്ചിക്ക് അത് അറിയത്തില്ലായിരുന്നു. ചേച്ചി ഉടനെ അത് വെച്ചിട്ട് മോദി തലതിരിച്ച രീതി പതാകയൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലിയ രീതി ഡയലോഗ് അടിച്ചൊക്കെ വന്നത്. പക്ഷേ ആ സംഭവം എല്ലാം ഉള്ള വീഡിയോ അങ്ങ് മുക്കി. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങളുണ്ട്, അതിലൊക്കെ വരുന്നത് ഈ സെയിം കളർ കോമ്പിനേഷനാണ്. അതിൽ അശോക ചക്രം ഇല്ല. ഈ ഒരു കളർ ഡിസൈനിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മി ചേച്ചി ഈ വീഡിയോ ആരാണ്ട് അയച്ചു കൊടുത്തതിന് വിശ്വാസത്തിൽ ബിജെപിക്കും RSSനും മോദിക്കും ഒക്കെ എതിരാണെന്ന് കണ്ടപ്പോൾ ചെറുപറാന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. ചേച്ചി ഇതിന്റെ സത്യാവസ്ഥകളൊന്നും നോക്കിയില്ല. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. നമ്മുടെ ഈ പോക്കറ്റിലൊക്കെ ഫ്ലാഗ് വെക്കേണ്ട രീതി അതൊന്നും നോക്കാതെ ചേച്ചി ഇറക്കി. എന്നിട്ട് അമ്മായി അത് ശശിയാന്ന് കണ്ടപ്പോൾ തന്നെ അത് മുക്കി.